ഒന്നാമത്തെ കാര്യം നമുക്ക് രണ്ടുപേർക്ക് ഈ ഒരു സബ്ജക്റ്റ് പറയാൻ ഒട്ടും താല്പര്യമില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കരയരുത് എന്നിട്ട് അല്ല എന്നുവെച്ചാ ഇവര് ആക്സിഡന്റ് പറ്റുന്നതിന് കുറച്ച് ദിവസം മുന്നേ ജ്യോതികാനും യദു അതിമനോഹരമായിട്ടുള്ള പ്രണയ കഥയിലൂടെ മലയാളികളുടെ മനം കവർന്നവർ. ജ്യോതികയും യദുവിനെയും അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും അല്ലെ. അവരുടെ ലവ് സ്റ്റോറിയും അതിനിടയ്ക്ക് സംഭവിച്ച ട്രാജഡിയും ഒക്കെ മലയാളികൾക്ക് സുപരിചിതമാണ്. മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ കോണ്ടസ്റ്റന്റ് ആണ് ജ്യോതിക. ആളൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജ്യോതിക യദുവിനെയും കൂട്ടി ബമ്പർ ചിരി വേദിയിലെത്തുന്നത്. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന ജ്യോതികയുടെ കണ്ണീരിന്റെ കഥ അന്നാണ് ശരിക്കും എല്ലാവരും അറിയുന്നത്. ജ്യോതികയുടെ എല്ലാമായിരുന്നു യദു വീൽ ചെയറിൽ ഇരുന്നാണ് ബമ്പർ ചിരി വേദിയിലെത്തിയത്. യദുവിന്റെ നെഞ്ചിന് താഴെ ചലനശേഷി ഉണ്ടായിരുന്നില്ല. യദുവും ജ്യോതികയും ഹൈസ്കൂൾ തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാണ്. അന്നൊന്നും അവർ തമ്മിൽ വലിയ കമ്പനിയൊന്നും ഇല്ല. പിന്നീട് +1 +2 സമയത്താണ് ഇവർ കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്നതും പരസ്പരം പ്രണയത്തിലാവുന്നതുമൊക്കെ. അങ്ങനെ കുറച്ചു കാലം കടന്നുപോയി. ഒരു വർഷം മുമ്പ് യദുവിന് ഒരു മേജർ ആക്സിഡന്റ് സംഭവിച്ചു. അമ്മയുമായി ബൈക്കിൽ പോകുന്ന സമയത്ത് എതിരെ വരുന്ന ബസ്സുമായി കൂട്ടിയിടിച്ചു. അമ്മക്ക് കാലിന് ചെറിയൊരു ഫ്രാക്ചർ മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷെ യദുവിന് സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റി. സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെ സംഭവിച്ചു. യദുവിന് നെഞ്ചിന് താഴോട്ട് തളർന്നു പോയി. കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു. ഇപ്പോൾ മുഴുവൻ സമയവും വീൽ ചെയറിലാണ് സഞ്ചാരം. സ്പൈനൽ കോഡ് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ റിക്കവറി സാധ്യത വളരെ കുറവാണ്. യദുവിനോടും ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ യദുവും ജ്യോതികയും പ്രതീക്ഷ കൈവിട്ടില്ല. എല്ലാം ശരിയാകുമെന്ന് തന്നെയാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ ലവ് സ്റ്റോറിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ യദുവിന് ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഇവരുടെ എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വീട്ടുകാർക്ക് അറിയാമെന്നല്ലാതെ ഒഫീഷ്യൽ ചടങ്ങുകളൊന്നും നടന്നിട്ടില്ല. എന്നിട്ടും ആക്സിഡന്റിന് ശേഷം യദുവിന്റെ ശരീരം തളർന്നു പോയി എന്നറിഞ്ഞിട്ടും ജ്യോതിക യദുവിനെ ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരെ കൊണ്ടും കഴിയുന്ന കാര്യമല്ല അത്. കല്യാണം കഴിഞ്ഞവർ പോലും പാർട്ണർക്ക് എന്തെങ്കിലും ഗുരുതരമായ അസുഖം വന്നു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു പോകുന്നത് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയാണ് ജ്യോതിക വേറിട്ട് നിൽക്കുന്നത്. ജ്യോതികയുടെയും യദുവിന്റെയും പ്രണയത്തിന്റെ തീവ്രത നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അല്ലെ. മാത്രമല്ല യദുവിന് ആക്സിഡന്റ് ആവുന്നതിന് മുമ്പ് ജ്യോതികയുടെ വീട്ടുകാരെല്ലാം ആ പ്രണയത്തിനെതിരായിരുന്നു. എന്നാൽ ആക്സിഡന്റിന് ശേഷം യദു ഇങ്ങനെ ഒരു അവസ്ഥയിലായപ്പോൾ എല്ലാവരും ജ്യോതികയെ സപ്പോർട്ട് ചെയ്തു. ജ്യോതിക ഒരിക്കലും യദുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി കിട്ടിയതോടെ അവൾ യദുവിനെ ചേർത്ത് പിടിച്ചു. ബമ്പർ ചിരിയിലൂടെ ഇവരുടെ കഥകൾ അറിഞ്ഞ എല്ലാവർക്കും സങ്കടമായിരുന്നു. ഒരുപാട് പേർ ഇവരെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു. എല്ലാവർക്കും ഇവരുടെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ അറിയണമായിരുന്നു. പ്രത്യേകിച്ച് യദുവിന്റെ ആക്സിഡന്റ് ആയ സമയം മുതലുള്ള കാര്യങ്ങൾ. ജ്യോതികക്കും യദുവിനുമാണെങ്കിൽ ആ സമയത്തെ കാര്യങ്ങൾ ഓർക്കുന്നത് തന്നെ ഇഷ്ടമല്ല. പക്ഷെ ആളുകളുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധം കാരണം അന്നത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയി സംസാരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം ജ്യോതികയും യദുവും അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് അവർ അനുഭവിച്ച പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണത്. ചികിത്സയുടെ പേരിൽ ഇവർ പറ്റിക്കപ്പെടുക വരെ ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. സത്യം പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൽ ICUയിൽ എനിക്ക് അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിയത്. അല്ല, നല്ലതായിട്ട് എന്നെ ട്രീറ്റ് ചെയ്തു. പക്ഷെ ചില ഇൻസിഡന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ICU കിടന്ന് കരയുമ്പോൾ ഡോക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അപ്പോഴും എനിക്ക് അറിയത്തില്ല എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കിടക്കുക, എനിക്ക് എണ്ണിക്കാൻ പറ്റുന്നില്ല, എന്തോ സംഭവം എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നു, ഡോക്ടർ എനിക്ക് എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഡോക്ടർ പോകുന്ന ഒരു സിറ്റുവേഷൻ. അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ഒരു ഭയങ്കര വിഷമം. അപ്പോഴേ ഞാൻ ഭയങ്കര കരഞ്ഞോണ്ടാണ് ഞാൻ വിളിക്കുന്നത്, എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതും. ഓക്കെ, സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണിത്. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പല ഡോക്ടർമാരും നഴ്സുമാരൊന്നും രോഗികളോട് വലിയ മമതയൊന്നും കാണിക്കില്ല, വലിയ മൈൻഡൊന്നും ചെയ്യാറില്ല. അതിനവരെ പൂർണ്ണമായി കുറ്റം പറയാനും കഴിയില്ല കേട്ടോ. അത്രക്കും വർക്ക് ലോഡാണ് അവർക്ക്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലാവുമ്പോൾ സാധാരണത്തെക്കാളും 2-3 ഇരട്ടി രോഗികൾ അവർക്ക് ചികിത്സിക്കേണ്ടി വരും. അങ്ങനെ OP ഒക്കെ കഴിഞ്ഞ് ടയേർഡ് ആയിട്ടായിരിക്കും അവർ വാർഡ് റൗണ്ട്സിനൊക്കെ വരുന്നത്. അപ്പൊ പിന്നെ വലിയ ചിരിയും കളിയും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മുടെ രോഗം വലുതായിരിക്കും. പക്ഷെ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്നും ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. കണ്ട് മനസ്സ് മരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എത്ര വലിയ വിഷമം കണ്ടാലും അതൊന്നും അവർക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ എന്തൊക്കെയായാലും ഡോക്ടറുടെ ഒരു പുഞ്ചിരിയും തോളിൽ തട്ടിയുള്ള സംസാരവും ഒക്കെ ഒരു രോഗിക്ക് കൊടുക്കുന്ന ആശ്വാസം ചില്ലറയല്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ഷമയോടെ കേട്ടിരിക്കുന്ന, നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ രോഗം പകുതി കുറയും. ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ആണത്. പിന്നെ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒരു ജനറലൈസേഷൻ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞപ്പോ അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. എന്നാലും ബാക്കിയൂടെ കേട്ടോ വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് സത്യം പറഞ്ഞ അതിന് മുന്നേ വരെ ഞാനും അവളുടെ അച്ഛനും തമ്മിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആക്സിഡന്റിന് 2-3 അതായത് ഒരു രണ്ടാഴ്ചക്ക് മുന്നോട്ട് ഏകദേശം വീട്ടിൽ നിന്നും 2 വീട്ടുകാരും കുഴപ്പമില്ല, എൻഗേജ്മെന്റ് ഒക്കെ നടത്താം എന്നുള്ളൊരു രീതിയിൽ. ഒന്നാമത്തെ കാര്യം നമുക്ക് രണ്ടുപേർക്ക് ഈ ഒരു സബ്ജക്റ്റ് പറയാൻ ഒട്ടും താല്പര്യമില്ല.
അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കരയരുത്. എന്നിട്ട് അല്ല എന്ന് വെച്ചാ ഇവര് ആക്സിഡന്റ് പറ്റുന്നതിന് കുറച്ച് ദിവസം മുന്നേ എന്താ വീഗാലാൻഡിൽ എങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. വീഗാലാൻഡിൽ പോകാനപ്പോ എന്റെ അടുത്ത് മിണ്ടാത്ത ഒരാളായിരുന്നു ഇവളുടെ അച്ഛൻ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു വരുന്നോന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമുക്ക് എന്നോട് ചോദിച്ചപ്പോ ഭയങ്കര സന്തോഷം. എന്നാ ചെല്ലണമെന്നൊരു പേടിയും പഴയ വൈകാരിക ചെല്ലിടിക്കുമെന്നൊരു പേടിയും. അപ്പൊ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തപ്പോ ഭയങ്കര സന്തോഷം. യദുവിന്റെയും ജ്യോതികയുടെയും ലൈഫ് സ്റ്റോറി പറയുമ്പോൾ ജ്യോതികയുടെ പാരന്റ്സിനെ കുറിച്ച് പറയാതെ അതൊരിക്കലും കംപ്ലീറ്റ് ആവില്ല. എനിക്ക് ഇവരുടെ കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയത് ജ്യോതികയുടെ മാതാപിതാക്കളോടാണ്. യദുവിന് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുമ്പ് ഇവരുടെ ബന്ധത്തിൽ ജ്യോതികയുടെ വീട്ടുകാർ പകുതി സമ്മതം മാത്രമേ മൂളിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം യദുവിന് അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവർ ബന്ധത്തിന് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. സ്വന്തം മകളെ എങ്ങനെയും ബ്രെയിൻ വാഷ് ചെയ്ത് ആ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരുവിധ മാതാപിതാക്കളൊക്കെ ശ്രമിക്കുക, അല്ലേ? അവിടെയാണ് ജ്യോതികയുടെ മാതാപിതാക്കൾ വ്യത്യസ്തരാവുന്നത്. അവർ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. ജ്യോതികയുടെ മാതാപിതാക്കൾ കീപ്പ് ചെയ്യുന്ന മോറൽ വാല്യൂസ് വളരെ വലുതാണ്. വിശാലമായ മനസ്സാണ് അവരുടേത്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ. ജ്യോതികയ്ക്ക് കിട്ടിയ പാരന്റിങ് എത്ര അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഒരു പാരന്റിങ്ങിന്റെ മഹത്വം കൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയിലും യദുവിനെ കൈവിടാതിരിക്കാനുള്ള മനസ്സ് ജ്യോതികയ്ക്ക് ഉണ്ടായതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജ്യോതികയുടെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ആ മാതാപിതാക്കൾ എന്ന് നിസ്സംശയം പറയാം. ബാക്കിയാണ് നോക്കാം. കൂടാതെ ഈ ആക്സിഡന്റ് പറ്റുന്നതിന്റെ തലേ ദിവസം എനിക്ക് ആക്സിഡന്റ് പറ്റുന്നത് ഡിസംബർ 9 2023 ഡിസംബർ 9 8 ഞാൻ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പോളോ GT. അപ്പൊ പോളോയ്ക്ക് ഞാൻ പോയി അഡ്വാൻസ് ഒക്കെ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷം. എനിക്ക് ആ വണ്ടി എടുക്കണം എന്നുള്ളൊരു സന്തോഷം ഇങ്ങനെ മനസ്സിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്നുവെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കിട്ടുക. ആ ഒരു സന്തോഷവും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഉറങ്ങിയതായിരിക്കും എനിക്കൊന്നും അറിയത്തില്ല. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അന്ന് തന്നെ കാർ കിട്ടിയില്ല. അതിന് പിന്നെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ആ ഒരു ഇതൊക്കെയായിരുന്നു. അങ്ങനെയൊക്കെ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുക്കുന്നു. അതിന്റെ എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം വലിയ ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇനി ഒരിക്കലും തന്റെ ഇഷ്ടപ്പെട്ട വാഹനം ഓടിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ജീവിതം മാറുന്നു. എന്തൊരു അവസ്ഥയാണ് അല്ലെ? ഒരു നിമിഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെല്ലാം സ്വപ്നങ്ങളാവും യദു ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവുക. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് തകർന്നു പോയത്. പക്ഷെ യദുവും ജ്യോതികയും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എല്ലാം പഴയ പോലെ ആകും. യദുവിന് പഴയ പോലെ നടക്കാൻ പറ്റുമെന്നൊക്കെ അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ്. ഇനി യദുവിന്റെ ചികിത്സയുടെ ഭാഗമായി ഇവർ പറ്റിക്കപ്പെട്ട സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതും കൂടി കേട്ട് നമുക്ക് നിർത്താം. പിന്നെ എന്നെ കൊണ്ടുപോയാണ് നമ്മളോട് ആ സമയത്ത് തന്നെ ഒരു പുള്ളി ഇതുപോലെ വന്നിട്ട് നമ്മളെ അറിയാവുന്ന ഒരു പുള്ളി ഇതുപോലെ വന്നിട്ട് പറഞ്ഞു, ഇതേപോലെ ഇതിന് കുഴപ്പമൊന്നുമില്ല, ഇതിന് 3 മാസത്തിനുള്ളിൽ നമുക്ക് നടക്കാൻ പറ്റും. അത് അവൻ എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് ഓടിച്ചാടി നടക്കാൻ പറ്റും. നമുക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്തുവാണ്, സത്യം പറഞ്ഞ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഒന്നും പ്രത്യേകിച്ച് അറിയത്തില്ല. ഞാൻ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ ഒക്കെ സർജറി കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത് പറ്റിക്കഴിഞ്ഞാൽ റിക്കവറി ചാൻസ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് നീ എങ്ങനെ നടന്നു അതൊക്കെ ചെയ്യാം. 3 മാസം കൊണ്ട് നീ എന്തൊക്കെ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കേട്ടപ്പോ 3 മാസം കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും നടന്നാ മതി. അങ്ങനെ പണ്ടാരോട് ഞാനായിട്ട് പോയതാ. അതുപോലെ ട്രീറ്റ്മെന്റ് ഇല്ല. ഒരു പൊടി ആ പൊടിക്ക് എത്ര രൂപ വരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. സത്യം പറഞ്ഞ എന്റെ അടുക്കെ 2 മാസത്തിനുള്ള ഒരു സ്റ്റെം സെൽ എന്ന് പറഞ്ഞ ഒരു പൊടി എന്ന് പറഞ്ഞു. ആ പൊടിക്ക് 69,000 രൂപ എന്നാ പറഞ്ഞത്. 69,000 രൂപ എന്റെ ഒക്കെ പറഞ്ഞ. ആക്ച്വലി ഞാൻ ആ സംഭവം വന്നിട്ട് അതിന്റെ ഒരു പാക്കറ്റ് ഞാൻ കണ്ടിട്ട് ഞാൻ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അതിന്റെ 2 മാസത്തെ അതിന്റെ ഒരു സാക്ഷി പാക്കറ്റ് പോലെ അതിന്റെ 2 മാസത്തെ പാക്കറ്റിന് വെറും 16,000 രൂപയാ. ആ സാധനം എന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 2-2.5 ലക്ഷം രൂപയോളം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്.
എന്തായാലും വേറെന്ത് നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. പക്ഷെ ജീവിതത്തിൽ എല്ലാം തകർന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് വന്നിട്ട് എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി പറ്റിക്കുന്നവരോടൊന്നും ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. 3 മാസം കൊണ്ട് നിന്നെ നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് സംഘം യദുവിനെ അവരുടെ വലയിൽ വീഴ്ത്തുന്നത്. ഗുരുതരമായ രോഗം ബാധിച്ചു, മോഡേൺ മെഡിസിനും കൈവിട്ടു, ചികിത്സയൊന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരെ ഇതുപോലെ വല വീശി പിടിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ ഒരുപാടുണ്ട്. സ്റ്റെം സെൽ തെറാപ്പി എന്ന പേരിലാണ് ഭൂരിഭാഗം തട്ടിപ്പ് നടക്കുന്നത്. ഏത് ഭേദമാകാത്ത അസുഖമാണെങ്കിലും ഞങ്ങൾ മാറ്റിത്തരാം എന്നാണ് ഇവരുടെ പരസ്യം. എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങളുടെ നിസ്സഹായാവസ്ഥയാണ് ഇവർ മുതലാക്കുന്നത്. എന്തായാലും പിന്നീട് വലിയൊരു മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ് യദുവിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യദുവും ജ്യോതികയും ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇവരുടെ പ്രതീക്ഷകൾ ഇവർക്ക് വെളിച്ചമാവട്ടെ, നല്ലൊരു ജീവിതം തന്നെ ഇവർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.